ഇന്ത്യ സഖ്യത്തിനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം. 315 വോട്ടുകൾ അവകാശപ്പെട്ട പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. വോട്ട് ചോർച്ച ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണെന്നുള്ള റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ മുന്നണിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കും. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ പ്രതിപക്ഷം സംഘടിതമായി നീങ്ങുന്നുവെന്ന് തോന്നലുണ്ടാക്കിയപ്പോഴാണ് ഇത്തരമൊരു വോട്ട് ചോർച്ച ഉണ്ടായത്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും എസ്കെൻ, ഈ കഴിഞ്ഞ വോട്ടർ അധികാർ യാത്ര, ഒപ്പം തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയാണ് തകർച്ചയിലേക്കൊക്കെ അടുത്ത് നിന്നിരുന്ന ഇന്ത്യ സഖ്യം വീണ്ടും സജീവമാവുകയും പരസ്പര വിശ്വാസത്തോടു കൂടി വീണ്ടും ഒന്നിച്ച് മുന്നോട്ടൊക്കെ പോയിരുന്നത്. പക്ഷേ ഇന്നലെ നടന്ന ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി പുറത്തു വന്നതോടുകൂടി ഈ മുന്നണിയിലെ പോലുമുള്ള പരസ്പര വിശ്വാസത്തെ തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരുന്നു അത്. അതൊരു പക്ഷേ ഈ ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസത്തെ പോലും ഉലയ്ക്കുന്നത് തന്നെയാണ് ഇന്നലെ പുറത്തുവന്ന ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ത്യ സഖ്യത്തിനുണ്ടായ ഒരു അപ്രതീക്ഷിത തിരിച്ചടി തന്നെയായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. 439 വോട്ടുകളാണ് NDA പരമാവധി പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 15 വോട്ടുകൾ അസാധുവായതിനു ശേഷവും NDAക്ക് 452 വോട്ടുകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ സഖ്യത്തിനാകെ 315 MPമാരാണുള്ളത്. ഇത് കൂടാതെ സ്വതന്ത്രർ ഉൾപ്പെടെ 9 പേർ കൂടി പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആകമാനം 324 വോട്ടാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പോലും സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സുദർശന റെഡ്ഡിക്ക് 300 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് സഖ്യത്തിലെ ചിലരുടെ കാലുമാറ്റം കോൺഗ്രസ് ക്യാമ്പുകളിൽ ഇതിനോടകം തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഈ വോട്ട് ചോർച്ച ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്നുമാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടുകൾ മുന്നണിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വഴിവെക്കുമെന്നുള്ളത് തന്നെ ഉറപ്പാണ്. അതായത് ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് അസാധുവായ 15 വോട്ടുകളും പ്രതിപക്ഷ നിരയിൽ നിന്നാകും എന്ന തരത്തിലേക്കുള്ള ന്യായീകരണമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും അത്തരത്തിലേക്ക് ആ വാദങ്ങൾ വെച്ച് മുഖം രക്ഷിക്കാനൊക്കെയുള്ള ശ്രമം നടത്തി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം ഉണ്ടാകുമ്പോഴും ഈ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലേക്കുള്ള ഞെട്ടലും ഇതിനോടകം തന്നെ ഈ സഖ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതൊന്നും തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. ഏതാണെങ്കിലും ഈ ജഗദീപ് ധൻഖറിനെ മാറ്റിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 150-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനായത് NDA സർക്കാരിന്റെ സ്ഥിരത ഉറപ്പാക്കുന്നത് കൂടി തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.